നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു കാരവൻ വാങ്ങുന്നതിനെക്കുറിച്ച് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ ആലോചിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. എന്താണ് കേരള മുഖ്യമന്ത്രിക്ക് ഇത്ര വലിയ സുരക്ഷാ ഭീഷണി? ആ സുരക്ഷാ ഭീഷണി ഒന്നും ഉണ്ടായിട്ടില്ല. MR അജിത് കുമാർ ഒന്ന് മണിയടിക്കുകയാണ്. അങ്ങേർക്ക് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആകാനോ ഒക്കെ ഉദ്ദേശമുണ്ടാകും. അപ്പോഴാണ് സാറിന് ഈ വണ്ടി പോരാ, ഇച്ചിരൂടെ വലിയ വണ്ടി വേണം, അത് സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടെന്ന് ഇൻ്റലിജൻസുകാരെ കൊണ്ട് റിപ്പോർട്ടൊക്കെ മേടിപ്പിക്കുക. ഇൻ്റലിജൻസുകാരെ അവരോട് പറയേണ്ട കാര്യമില്ല. ഇൻ്റലിജൻസുകാരെപ്പോഴും മന്ത്രിമാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അതെ, കാരണം അവരുടെ ഭാഗം സേഫ് ആകാനായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ മുഹമ്മദ് റിയാസ് പോകുന്ന വഴിക്ക് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്ന് പറയും. ഇയാളെയൊക്കെ ആർക്കും ബോംബ് പോയിട്ടൊരു പടക്കം പോലും ആരും അറിയില്ല. പക്ഷേ ഇവർ റിപ്പോർട്ട് കൊടുത്തു പോയി. കാരണം എങ്ങാനും ഒരു സ്ഫോടനമോ സംഗതിയോ ഉണ്ടായെന്ന് വെച്ചോ, ഞങ്ങൾ ആദ്യമേ തന്നെ മുന്നറിയിപ്പ് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് അവർ കൈ എഴുതണം. അതാണ് IB-കാരൊക്കെ എപ്പോഴും ഒരു അല്പം അതിശയോക്തി കയറ്റിപ്പറയും. അപ്പോൾ ഇത് കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തൃപ്തനാകുകയും ചെയ്യും. കാരവൻ എന്നൊക്കെ പുള്ളി കേട്ടിട്ടേ ഉള്ളൂ. അതിനകത്തൊന്ന് കയറി ഒന്ന് വിലസാം. ഇപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പുള്ളിക്ക് ബസ് യാത്ര കൊള്ളാം എന്ന് തോന്നുന്നുണ്ട്. ടോയ്ലറ്റ് കക്കൂസൊക്കെ ഉണ്ടല്ലോ, കക്കൂസൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഒരു ശല്യം ഉണ്ടായിരുന്നു. ഈ ബാക്കി മന്ത്രിമാർ ചപ്പയവരൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും CPI-ക്കാർ. ഇത് വേറെ ആരും ഇല്ലാതെ ഞാൻ മാത്രം, ഞാനോ ഭാര്യയോ മകളോ അല്ലെങ്കിൽ പിന്നെ ഉപമുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ്, ഇവരാണെങ്കിൽ സന്തോഷം. അതിനകത്തിരുന്ന് ഫോൺ ചെയ്യാം, കിടക്കാം, കുളിക്കാം, വെളിക്കിറങ്ങാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുഴം നീട്ടിയെറിയും ഈ രാജ്യസേവകന്മാർ. അതിലൊന്നായിരിക്കണം ഈ MR അജിത് കുമാർ. എനിക്ക് ആ ഓഫീസറെ പറ്റി വലിയ വിവരമൊന്നുമില്ല. പക്ഷേ മിക്കവാറും നമ്മുടെ വിജിലൻസിൻ്റെ മേധാവിയായിരുന്നു. സ്വപ്ന സുരേഷിൻ്റെ ആ പ്രശ്നം വന്നപ്പോഴത്തേക്ക് അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ മാറ്റി നിർത്തപ്പെട്ടു. പിന്നീട് അദ്ദേഹം വന്നത് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ടാണ്. എന്തുമായിക്കോട്ടെ, സമർത്ഥന്മാരായ IPS-കാർ അവർക്ക് മന്ത്രിമാരെ എങ്ങനെ കീശയിലാക്കണമെന്ന് അവർക്കറിയാം. അപ്പോൾ അത് P. വിജയനെതിരെ റിപ്പോർട്ട് കൊടുത്തത് MR അജിത് കുമാർ. അതെ അതെ, P. വിജയൻ എന്തോ രഹസ്യം ചോർത്തി, എലത്തൂർ ട്രെയിൻ കേസിലെ രഹസ്യം ചോർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതായിരിക്കണം ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കാരവൻ്റെ ആവശ്യം എന്താ എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനൊക്കെ കാശ് കളയുന്ന എന്തിനാണ് മുഖ്യമന്ത്രി? ഈ എത്ര മുഖ്യമന്ത്രിമാർ നാട്ടിലുണ്ടായിരുന്നു? ഏതെങ്കിലും മുഖ്യമന്ത്രി ആരെങ്കിലും ആക്രമിച്ച ചരിത്രമുണ്ടോ? ഒരു ഉമ്മൻചാണ്ടിയുടെ കാറിലേക്ക് കല്ലെറിഞ്ഞു, ആ കല്ല് പുള്ളിയുടെ മൂക്കിലോ നെഞ്ചിൽ കൊണ്ടു. ഇതാണ് ആകെ ഒരു മുഖ്യമന്ത്രിയുടെ നേർക്ക് നടന്ന ആക്രമണം. അല്ലാതെ കേരള മുഖ്യമന്ത്രി ആക്രമിച്ചിട്ട് ആർക്കെന്ത് കിട്ടാനാണ്? ഇനി ആക്രമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാരവനിലല്ല, മറ്റേ ആകാശക്കപ്പലിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ആക്രമിച്ചിരിക്കും. ഡിറ്റർമിനേഷനുള്ള ആൾക്കാരത് ചെയ്തിരിക്കും. ഇതാണ് സെക്യൂരിറ്റിയുടെ ഒരു പ്രാഥമികമായ കൺസെപ്റ്റ്. പിന്നെ ആവുന്നത്ര എന്തെങ്കിലും സംരക്ഷണം കൊടുക്കുക. പിന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ TG. അപ്പം നമ്മുടെ ഗവർണർ കോഴിക്കോട് ഇറങ്ങി മിഠായി തെരുവൊക്കെ നടന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു കേരളം സുരക്ഷിതമാണ്, അതുകൊണ്ടാണ് ഗവർണർക്ക് നിർഭയനായി നടക്കാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടുമ്പോൾ ഈ പറഞ്ഞത് നേരെ വിരുദ്ധമല്ലേ? മുഖ്യമന്ത്രിക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയാത്ത സംസ്ഥാനമാണെന്ന് പറഞ്ഞു വെക്കലല്ലേ? ഇന്ത്യയിൽ കേരളം മാത്രമല്ലല്ലോ, തമിഴ്നാട്, ഡൽഹി, ആന്ധ്ര, ആസാം, ഇവിടെയൊക്കെ മുഖ്യമന്ത്രിമാരുണ്ട്, ഗവർണർമാരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ മിനിമം സെക്യൂരിറ്റി ഉണ്ട്. അവരുമൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. അവരാരും ഇത്രയും കോലാഹലം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഗവർണറുടെ സമയത്തോളം അങ്ങേർക്ക് പേടിക്കാനൊന്നുമില്ലാന്ന് തോന്നി അങ്ങേര് ഇറങ്ങി നടന്നു. അത് കേരളമായതുകൊണ്ടാണ്, കേരളം സുരക്ഷിതമായതുകൊണ്ട് തമിഴ്നാട്ടിൽ എന്താ തിന്നു കളയുമോ? ഇതേ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ആൾ കൂടും. UP ഇറങ്ങി നടന്നാൽ അങ്ങനെ സ്വന്തം UP 28 കോടി ജനങ്ങളുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിക്കും കാരവനൊന്നുമില്ല. അത് അവർക്കാർക്കും ഈ പേടിയില്ല. പിണറായി വിജയൻ്റെ ഒരു പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ അകത്തെ പേടിയാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞു കേട്ട കാര്യമാണ്, ഞാൻ കണ്ടിട്ടില്ല. പുള്ളിയുടെ ഒറിജിനൽ വീട്ടിൽ അടുക്കളയിൽ വരെ 2 CCTV വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ പാചകം ആരെങ്കിലും വിഷം കലർത്തുന്നുണ്ടോ അത് നോക്കാനായിട്ട്, അത് മോണിറ്റർ ചെയ്യാൻ ആൾ, ഈ സംവിധാനമൊക്കെ. പെർപ്പച്വൽ ഭയത്തിൽ കഴിയുന്നൊരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ. മൈക്ക് തട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് പേടി, ഗൂഢാലോചന. മൈക്ക് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഢാലോചന. ആകെ കൂടെ പേടിച്ചിരിക്കുക. ആരെയാണ് ഈ ഭയക്കുന്നതെന്ന് അങ്ങേർക്കറിയാമില്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഗൂഢാലോചനയാവുമോ? ആകും. കോൺസ്പിറസി കോൺസ്പിറസി ആകും. കോൺസ്പിറസിയുടെ ഒരു ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള സംസാരം കോൺസ്പിറസി അല്ല. കോൺസ്പിറസി എപ്പോഴും ഗൂഢമായിട്ട് ആലോചിക്കുന്നതാണ് ഗൂഢാലോചന. പരസ്യമായിട്ട് ആലോചിച്ചാൽ ഗൂഢാലോചനയല്ല. പരസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് നിരന്തരം കേസാണ്. പക്ഷേ ഇപ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം
ഗൂഢാലോചന പരസ്യാലോചന ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ടി ജി മറ്റൊന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം നമ്മുടെ ചർച്ചയിൽ നമ്മൾ കുറച്ച് നെഗറ്റീവാണ് പറഞ്ഞത്. ഇപ്പോൾ അജിത് കുമാർ മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്, വളരെ പോസിറ്റീവായൊരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി ഒരു ചലിക്കുന്ന ഓഫീസ് ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, ഫയലുകൾ ആ വാഹനത്തിൽ നിന്ന് തീർപ്പാക്കാം, കൂടുതൽ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ലേ? കിട്ടും. പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും കിട്ടും. ഞാൻ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് തന്നെ ചക്രം ഫിറ്റ് ചെയ്യുക അടിയിൽ, എന്നിട്ട് അത് തള്ളിക്കൊണ്ട് നടക്കുക. കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ പൊക്കാനുള്ള ഒരു ടെക്നോളജി ഉണ്ട്. അതും കൂടെ ഈ എം.ആർ. അജിത് കുമാർ പറഞ്ഞാൽ നന്നായിരിക്കും. ജാക്കി വെച്ച് പൊക്കിയിട്ട് ടയർ ഫിറ്റ് ചെയ്യുക. പക്ഷെ അതിന് പറ്റുന്ന റോഡില്ല. റോഡ് ഉണ്ടാക്കിയാൽ പോരെ, വീതി കൂട്ടിയാൽ പോരെ, അതെന്താ ഇത്ര വലിയ പ്രയാസം? ഇപ്പോൾ പിണറായിയുടെ കാലത്ത് പണി തീരൂല, അപ്പോൾ അതുകൊണ്ട് അത് പ്രായോഗികമല്ല. അതൊക്കെ അത് പിണറായിക്ക് ആവശ്യമുള്ള റോഡാണെങ്കിൽ അത് തീർന്നിരിക്കും. പിണറായിക്ക് ആവശ്യമില്ലാതെ കൊണ്ട് തീരുന്നില്ലെന്നേ ഉള്ളൂ. ഈ കേരളത്തിലെ റോഡുകൾ നന്നാവാത്തത് ഇവർക്കത് ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഇവർ പോകുന്ന റോഡ് ക്ലീനായിരിക്കും. ഇപ്പം നവകേരള യാത്ര വന്നു, ഇപ്പം ചട്ടപ്പെട്ടെന്ന് പറഞ്ഞ് കോൺക്രീറ്റ് അല്ല ഇത് ടാറൊക്കെ ചെയ്ത് റെഡിയാക്കിയില്ലേ റോഡ്. അയാൾ പോയി കഴിയുമ്പോൾ ഇത് പപ്പടം പോലെ പൊടിഞ്ഞു പോകും. പോട്ടെ. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഈ മുഖ്യമന്ത്രിക്ക് ഇനി കാരവൻ എങ്ങാനും അനുവദിച്ച് കൊടുത്താൽ, തീരുമാനമാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര മതിലുകൾ പൊളിക്കുമായിരിക്കും? അത് പൊളിക്കണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാനായിട്ട് മതിൽ പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കണം. അല്ല, കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈ മതിലുകളും വേലികളും ഇല്ലാത്തൊരു ലോകമാണല്ലോ. അതെ, അതായിരിക്കും ലക്ഷ്യം. അതിൻ്റെ അവസാനത്തെ ഒരു പണ്ടാറടങ്ങുന്ന സാധനം കൂടെ ഉണ്ട്, ഭരണകൂടം കൊഴിഞ്ഞു വീഴും. അതെ, അതും കൂടെ ഓർമ്മ വേണം. ഭരണകൂടം കൊഴിഞ്ഞു വീഴും. പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ആ ഒരു സാധനം കൂടെ ഉണ്ടെന്ന് ഓർക്കണം കമ്മ്യൂണിസത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാളിക്ക് നമ്മൾ കേരളം ഒരുപാട് കാര്യത്തിൽ നമ്പർ 1 ആണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, നേരത്തെ ഒരു ടോക്കിൽ ടി ജി പറഞ്ഞ പോലെ സാംസ്കാരിക നായകരുടെ കാര്യത്തിൽ. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കാനവനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ത്യയിലെ ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു നമ്പർ 1 പദവി നമുക്ക് കിട്ടില്ലേ? അത് കിട്ടും. മറ്റേ ഒരു റോക്കറ്റും കൂടെ മേടിക്കട്ടെ എന്ന്. അത്യാവശ്യം ശൂന്യാകാശത്തിൽ പോയി വരാമല്ലോ. ഉച്ച കഴിഞ്ഞ് പണിയൊന്നുമില്ല, ബോറടിക്കാന്ന് തോന്നി കഴിഞ്ഞാൽ റോക്കറ്റിൽ കയറുക, ഒന്ന് പോയി ചുറ്റിയിട്ട് തിരിച്ചു വരിക. ചന്ദ്രനിലൊക്കെ ഒന്ന് പോകാം, തിരിച്ചു വരാം, പെട്ടെന്ന് കാര്യം നടക്കും. നമ്മൾ ഈ തമാശ വിട്ടിട്ടെ, നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സിവിൽ സർവീസ് തമാശ വിട്ടിട്ട് ഈ മൊത്തം നടക്കുന്നത് തമാശയല്ലേ? അതെ, കാരവൻ മേടിക്ക് എന്ത് പണ്ടാരണം. ഞാൻ അതേക്കുറിച്ചാണ് ചോദിക്കുന്നത്. എം.ആർ. അജിത് കുമാർ സജസ്റ്റ് ചെയ്തു, ഇങ്ങർക്ക് വേറെ പണിയൊന്നുമില്ലേ? നമ്മുടെ ലാവ്ലിൻ കേസിൽ പിണറായി ഫയൽ എഴുതിയിരുന്നു ഇയാളുടെ തല പരിശോധിക്കണമെന്ന്. അപ്പോൾ കേരളത്തിലെ സിവിൽ സർവീസിലുള്ള കുറേ ആളുകളുടെ തല പരിശോധിക്കേണ്ട സമയമായിട്ടുണ്ടോ? അങ്ങനെ അവരുടെ തലയൊക്കെ പരിശോധിക്കപ്പെട്ടതാണ് IAS സമയത്ത് തന്നെ. അത് കഴിഞ്ഞ് പരുവപ്പെട്ടതുമാണ്. ഞാൻ പറഞ്ഞില്ല, അവർക്കറിയാം ഏത് മന്ത്രിയെ എങ്ങനെ സൂചിപ്പിക്കണം, എങ്ങനെ പോക്കറ്റിലാക്കണം എന്ന് അവർക്കറിയാം. അവർ കാരവനോ പുതിയ തീവണ്ടിയോ അത് ഇതൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തിങ്ങനെ സൂചിപ്പിച്ച് നിർത്തും. അതിൽ അഭിരമിച്ചു പോകുന്ന ഒരു പോങ്ങനായിട്ട് പിണറായി വിജയൻ മാറുകയും ചെയ്തു. ഇപ്പോൾ സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ പോലും പിണറായി വലിയൊരു ബൂർഷ്വയാണ്. തൊഴിലാളി എന്നൊരു വാക്കുച്ചരിക്കുകയില്ല, തൊഴിലാളി വർഗം എന്ന് ഒട്ടും പറയില്ല. ഇങ്ങനെയൊക്കെ പിണറായി വല്ലാതെ മാറിപ്പോയി. കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കട്ടൻ ചായയും പരിപ്പുടയും കഴിക്കാൻ പറ്റുമോ? ടി ജി ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇല്ല, കട്ടൻ ചായയും പരിപ്പുടയൊന്നും കഴിക്കണ്ട, അതൊക്കെ പണ്ടേ നിർത്തിയതാണല്ലോ. ഈ തൊഴിലാളി എന്നൊരു വാക്കെങ്കിലും ഉച്ചരിക്കണ്ടേ? ഇതിന് പകരം കേരളത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസം നോക്കിക്കോ. കോൺഗ്രസ്സുകാർ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാകുന്നു, കമ്മ്യൂണിസ്റ്റുകാർ കൂടുതൽ ബൂർഷ്വകളാകുന്നു. ആ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ബൂർഷ്വയെ തോപ്പിക്കണമെങ്കിൽ ബൂർഷ്വയുടെ അപ്പനാണ്. അപ്പോൾ ഇയാൾ കൂടുതൽ ബൂർഷ്വയാകാനും പണക്കാരനാകാനും കോർപ്പറേറ്റ് മുതലാളിയാകാനും കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് മഹാമോശമാണ്, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിൽക്കുന്നു. ഇതാണ് കേരളത്തിലെ വിചിത്രമായ. മാത്രമല്ല ബ്യൂറോക്രാറ്റിക് കൂടി ആവുന്നുണ്ടോ കേരളത്തിലെ CPM? ആ ബ്യൂറോക്രാറ്റിക് ആണല്ലോ. അതിപ്പോഴാണോ? എത്രയോ കാലമായിട്ട്. അത് AK ഗോപാലൻ്റെ ആത്മകഥയിൽ തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, മുതലാളിമാർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് ഭരണം, പേടിച്ചു പോയല്ലോ എന്ന്. ഇങ്ങനെയാണ് AK ഗോപാലൻ എഴുതിയിരിക്കുന്നത്. അവർ പേടിച്ചു പോയി, എന്തൊക്കെയോ സംഭവിക്കുമെന്ന് അവർ വിചാരിച്ചപ്പോൾ ഒരു ചുക്കുമില്ല. അല്ല, ഇപ്പോൾ ഈ ബ്യൂറോക്രസിയുടെ പിടിയിൽ തന്നെ നിൽക്കുന്നു. സഖാബ് എന്ന് വിളിക്കുന്നതിനേക്കാളും പല നേതാക്കന്മാർക്കും ഇഷ്ടം സാർ എന്ന് വിളിക്കുന്നതാണ്. അതെ, അത് കേൾക്കുമ്പോൾ അങ്ങ് സുഖിച്ചു പോകുന്നു. ഈ ഞാൻ പഴയ നമ്മുടെ O. രാജഗോപാൽ രാജ്യസഭാ അംഗമായി പോയപ്പോൾ P. പരമേശ്വരനെ ലോക്സഭ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. തിരിച്ചു വന്നിട്ട് പരമേശ്വർജി എന്നോട് പറഞ്ഞു, വെറുതെ അല്ല മോഹൻദാസ് ഈ MP ആകാനായിട്ട് അടിപിടി നടക്കുന്നത്. ഒരിക്കൽ ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിടാൻ തോന്നുന്നില്ല, ചത്താലും വിടില്ല. ശുദ്ധമായ പശുവിനെയിൽ വറുത്ത പൂരി,
ഇത്രയും രുചിയുള്ള മസാല എത്ര വേണമെങ്കിലും കഴിക്കാം, 2 രൂപ. ഇതാണ് ക്യാൻറ്റീനിൽ സാധാരണ ക്യാൻറ്റീനിൽ ആ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ക്വാർട്ടേഴ്സ്, ബംഗ്ലാവ്, അതിൻ്റെ പുൽത്തകിടി, അത് നോക്കാൻ തോട്ടക്കാരൻ, അത് നനയ്ക്കാൻ ആൾ, ചിരയ്ക്കാൻ ആൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് വലിയ പരിചാരക വൃന്ദം, ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് പോകാൻ ഇത് പതുപതുത്തം എത്താം. അതിൽ കിടന്നു കഴിഞ്ഞാൽ പരമേശ്വരൻ നമ്മൾ ആ കുഴിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്ന പോലെയാകും. പിന്നെ കയറൂല. പരസഹായം കൂടാതെ എണീക്കാൻ പറ്റില്ല. ആ രീതിയിൽ മൃദുവായ മെത്ത. എന്നോട് പറഞ്ഞു ഇതിനാണ് ആൾക്കാർ. ഇതെന്തിനാണ് ഈ TG ജനങ്ങളുടെ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും സാധാരണക്കാരും നിസ്വരമൊക്കെയാണ്, ഇവരുടെ പ്രതിനിധികൾക്ക് എന്തിനാണ് ഇത്ര ആഡംബര സൗകര്യങ്ങൾ? അതൊക്കെയാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ബ്രിട്ടീഷുകാരുടെ അതേ സുഖസൗകര്യങ്ങൾ ഇന്ത്യക്കാർക്കങ്ങ് കൈമാറി കിട്ടി, ഇന്ത്യൻ നേതാക്കൾ. അതിൽ മഹാത്മാഗാന്ധി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇത് അഭിരമിച്ചു. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഡൽഹിയിൽ പോലും ഇല്ല. മഹാത്മാഗാന്ധി നവഖാലിയിലാണ്, ഗാഠമായ ഉറക്കത്തിലായിരുന്നു. രാത്രി 12 മണിക്കാണല്ലോ ഇവരുടെ നാടകം കളിച്ചത്. ആ മനുഷ്യൻ 10 മണിക്ക് തന്നെ കിടന്നുറങ്ങി കുടിലിൽ. അവിടെ വർഗീയലഹള നടക്കുന്നു, അത് ഒതുക്കാനായിട്ട് അവിടെ പോയതാണ്. സ്വാതന്ത്ര്യമായിട്ടൊരു ബന്ധവും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്കില്ല. നവഖാലിയിലായിരുന്നു, ബംഗാളിൽ. പക്ഷേ ഈ പറഞ്ഞ നെഹ്റു എന്തോ പോർട്ട് വൈനൊക്കെ കുടിച്ചിട്ട് പിന്നെ മന്ത്രിസഭ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ബ്ലാങ്ക് പേപ്പർ ഓഫായി എന്ന് ഞാൻ പറയില്ല, ബട്ട് ഇറ്റ് ഈസ് റെക്കോർഡഡ് ദാറ്റ് ഈ ടു പോർച്ചുഗീസിൻ്റെ സം സോർട്ട് ഓഫ് വൈൻ, അതാണ് മൗണ്ട് ബാറ്റൻ കൊടുത്തതാണ്. ഇതൊക്കെ ഇങ്ങനെ നെഹ്റു ഇങ്ങനെ ദിവസവും 3 തവണ ഡ്രസ്സ് മാറുക, ഇതൊക്കെ നെഹ്റുവിന് ഭയങ്കര ലക്ഷൂറിയസ് ലൈഫാണ് ഇവരൊക്കെ നയിച്ചുകൊണ്ടിരുന്നത്, കോൺഗ്രസ് നേതാക്കളൊക്കെ. ബ്രിട്ടീഷുകാരുടെ അതേ സ്റ്റൈലിൽ തന്നെ അത് തുടങ്ങി വന്നു. അങ്ങനെ അതാണ് ഈ ലട്ടൻ സാഹിബാണ് ഡൽഹി ഡിസൈൻ ചെയ്യുന്നത്, LUTYEN. ലട്യൻസ് ഡൽഹി എന്ന് പറഞ്ഞൊരു സംസ്കാരം, ഒരു ഇക്കോസിസ്റ്റം ഉണ്ടായി വരുന്നത് ഈ നെഹ്റുവിൻ്റെ കാലത്താണ്. പിന്നെ അത് പലരും മാനിപ്പുലേറ്റ് ചെയ്ത് അതിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. ആ സംസ്കാരത്തിൻ്റെ പുള്ളിയാണ് ഇതിൻ്റെ ഈ ഇക്വേഷൻസ് മുഴുവൻ പലതും കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരറ്റം മുതൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വിമാനം നിറച്ച് മാധ്യമ പ്രവർത്തകരെ കെട്ടിക്കൊണ്ടു പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന ആൾക്കാരെല്ലാം ഈ സുഖലോലുപതയിൽ അങ്ങ് പെട്ടുപോകും. ഇപ്പോൾ ഇവർക്ക് മഹുവ മൈത്രയ്ക്ക് സംഭവിച്ചതാണ്. ഫസ്റ്റ് ടൈം MP ആയി ഈ മായാലോകത്തിൽ അവരങ്ങ് ഭ്രമിച്ചുപോയി. അവരെ പലരും മാനിപ്പുലേറ്റ് ചെയ്തു, ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതിലങ്ങ് പെട്ട് പിന്നെ അവർക്ക് ഇച്ചിരി ഇംഗ്ലീഷും സംഗതിയൊക്കെ അറിയാം, യൂറോപ്പിലൊക്കെ പിടിച്ചതൊക്കെയാണ്. അതുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു പെങ്കൊച്ചിനെ. അതങ്ങ് കയറിയിട്ട് ഇത് തന്നെ ഞാൻ തന്നെ വലിയ ആളെന്നൊക്കെ പറഞ്ഞിട്ട് മോദിയെ 4 ചീത്തയൊക്കെ പറഞ്ഞ് ഇപ്പോൾ വഴിയാധാരമായി കിടക്കുന്നു. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് ടൈം MP മാർക്കൊക്കെ അവർ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് കാൽ വഴുതി വീഴിക്കാൻ ആളുണ്ടാവും. പക്ഷേ കേരളത്തിൽ നിന്നൊരു പ്രത്യാശ നൽകുന്നൊരു വാർത്തയുണ്ട്. പുതിയ മന്ത്രി ഗണേശൻ പറഞ്ഞു, എനിക്ക് ഔദ്യോഗിക വസതി വേണ്ട, സ്വകാര്യ വസതി മതിയെന്ന്. അത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും, അല്ലാതെ ഔദ്യോഗിക വസതി വേണ്ടാന്ന് വയ്ക്കുന്നതിന്. സ്വകാര്യ വസതിയുണ്ട്, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പണ്ടരം എടുത്തുകൊണ്ട് അങ്ങോട്ട് മാറാനുള്ള സൗകര്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. അല്ല, സ്വകാര്യത നല്ലതാണ്. അങ്ങനെ ഒരു വലിയൊരു ത്യാഗധനനായ ഒരാളൊന്നും അല്ലല്ലോ ഗണേഷ് കുമാർ. അവകാശപ്പെടാറുമില്ല. അല്ല, സ്വകാര്യത സംരക്ഷിക്കപ്പെടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ ഗണേഷ് കുമാർ അതൊരു ത്യാഗമാണ് എന്ന് അവകാശപ്പെടുന്നു. സ്റ്റാഫ് കുറച്ച് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല പുള്ളി. സ്റ്റാഫ് കുറച്ച് മതി എന്ന് പറഞ്ഞു. സ്റ്റാഫ് കുറച്ച് മതി. എന്തിനാ ഇത്രയും സ്റ്റാഫ്? അതിന് ഞാനതിൽ തെറ്റ് പറയില്ല. ഇത്രയും സ്റ്റാഫിനൊന്നും ആവശ്യമില്ല. മന്ത്രിക്ക് പിന്നെ ആശ്രിതന്മാർക്ക് നിയമനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മന്ത്രിമാർ പെൻഷനുണ്ട്. 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. അതുകൊണ്ട് ഞാൻ മന്ത്രിയായി കഴിയുമ്പോൾ ഞാൻ സുനിലിനെയും ഇവനെയൊക്കെ നിനക്കും പെൻഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നതാണ്. ഇത് വേണ്ടാന്ന് വിചാരിച്ചാൽ വേണ്ട, അത്രേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ഈ നവകേരള ബസ് ഒരു കാരവനായിട്ട് മാറ്റുമായിരിക്കുമോ? ഇല്ല, നവകേരള ബസ് മറ്റേ AK ബാലൻ പറഞ്ഞില്ലേ, അല്ല മ്യൂസിയത്തിൽ വെച്ച് അത് ടിക്കറ്റ് വെച്ച് കാണിക്കാൻ പോവാണ്. ഈ 20 മന്ത്രിമാരുടെ ആസനം പതിഞ്ഞ അതിൽ തൊട്ട് കഴിഞ്ഞാൽ പുണ്യം കിട്ടും. അവരാസനസ്ഥരായ വണ്ടിക്കൊരു പ്രാധാന്യമുണ്ടല്ലോ. പിന്നെ പിണറായി വിജയൻ ഇരുന്ന ആ സീറ്റ് അത് തൊട്ട് നെറുകയിൽ വയ്ക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും എന്നാണ് AK ബാലൻ പറഞ്ഞത്. എനിക്കറിയാമില്ല. അല്ല, ടോയ്ലറ്റും ഒക്കെ വളരെ വളരെ പ്രഷ്യസാണ്. തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. ഏതായാലും നമുക്ക് കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടൊരു കാരവൻ വരട്ടെ. അപ്പോൾ കഴിയുമെങ്കിൽ നമ്മുടെ സാങ്കേതികവിദ്യയും നമുക്ക് ഈ സ്വപ്ന സുരേഷിനെ വെച്ചിട്ട് നമ്മൾ റോക്കറ്റ് ടെക്നോളജിയെക്കുറിച്ചൊക്കെ പഠിച്ചതാണല്ലോ. അപ്പോൾ ഒരു റോക്കറ്റും ഒക്കെ ഭാവിയിൽ വരുമായിരിക്കും.
കേരളം വികസിക്കട്ടെ, വരും പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും സ്വന്തമായിട്ടൊരു റോക്കറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഈ അസൂയ പാടില്ല, മനസ്സിലായോ? അങ്ങനെ വളരെ തിരക്ക് പിടിച്ച മനുഷ്യനാണ്. അപ്പോൾ പെട്ടെന്ന് പോയി വരാനായിട്ട് റോക്കറ്റ് നല്ലതാണ്. എൻ്റെ ആഗ്രഹവും പാലാ പാടിയതുപോലെ പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും കേരളത്തിൻ്റെ ഖ്യാതി ലോകം മുഴുവൻ പരക്കട്ടെ. സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.